KSRTCയുടെ വലിയ വിജയം, KSRTCയുടെ ചരിത്ര വിജയം നിങ്ങളോടൊപ്പം, ജനങ്ങളോടൊപ്പം, പ്രേക്ഷകരോടൊപ്പം, മലയാളിയോടൊപ്പം ആഘോഷിക്കുന്നതിനാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയത്. KSRTCയുടെ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ്. ഈ തിങ്കളാഴ്ച KSRTCയുടെ കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം 12,18 ലക്ഷം രൂപയിലേക്ക് വന്നു. മറ്റ് വരുമാനങ്ങൾ അങ്ങനെ കടയുടെ വാടക, മറ്റ് പെട്രോൾ പമ്പിൻ്റെ പൈസ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 13,02 ലക്ഷം രൂപ നമുക്ക് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. KSRTC ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ, ദൃശ്യമാധ്യമങ്ങൾ ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ഞാൻ പറയും. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നേട്ടമായി നിങ്ങളിതിനെ അംഗീകരിക്കണം. എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ KSRTCയെ ഇടതുമുന്നണി സർക്കാർ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. 2023 12-ാം മാസം ഞാൻ മന്ത്രിയായി വന്ന മാസം, അപ്പോഴാണ് അതിന് മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പാണ് ഏറ്റവും വലിയ കളക്ഷൻ KSRTC ചരിത്രത്തിൽ നേടിയത് 9,06 ലക്ഷം രൂപയാണ്. പക്ഷേ അതിനുശേഷം 2024 കഠിനമായ പരിശ്രമത്തിന് ഫലമായി 2025 9-ാം മാസം 8/9/2025 10,19 ലക്ഷം രൂപ എന്ന ചരിത്ര നേട്ടം KSRTC കൈവരിക്കുകയാണ്. അതിനുശേഷം 15/12/2025 10,76 ലക്ഷം എന്ന ചരിത്ര നേട്ടം വീണ്ടും ആ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് വീണ്ടും KSRTC കളക്ഷൻ വർദ്ധിപ്പിക്കുകയാണ്. പുതിയ വാഹനങ്ങൾ കൊണ്ടുവന്ന് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഇതിൻ്റെ റിസൾട്ടായി 5/1/2026 KSRTCയുടെ ഏറ്റവും വലിയ ചരിത്രം 10-ൽ നിന്ന് നേരെ 11-ാം ക്ലാസ്സിലേക്ക് പോയില്ല, 12-ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. 12,18 ലക്ഷം രൂപ ടിക്കറ്റ് വരുമാനവും മറ്റ് വരുമാനം ഏതാണ്ട് 84 ലക്ഷം രൂപയാണ്. അതുകൂടി ചേർത്താൽ 13,02 ലക്ഷം രൂപ. KSRTCയുടെ ഈ ചരിത്ര വിജയം KSRTCയുടെ ജീവനക്കാർക്കും മലയാളികൾക്കൊന്നടങ്കം സർക്കാർ സമർപ്പിക്കുകയാണ്. ഇടതുമുന്നണി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ്. എന്നേക്കുമായി അടച്ചു പൂട്ടുമെന്ന് എല്ലാ പ്രമുഖ വ്യക്തികളും വിദഗ്ധരും അന്വേഷിക്കാൻ പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റികളും പറഞ്ഞ പരിഷ്കാരങ്ങളൊന്നും നടപ്പിലാക്കാതെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളിലൂടെ ജീവനക്കാരെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ജീവനക്കാരെ സഹകരണം ഏറ്റുവാങ്ങി കൃത്യമായി അവരുടെ പെരുമാറ്റം, അവരുടെ രീതികൾ എല്ലാ രംഗത്തും KSRTC കൈവരിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി KSRTC ഈ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ജനസംഖ്യ നാട്ടിൽ വർദ്ധിച്ചില്ല, ജീവനക്കാരെ എണ്ണം വർദ്ധിച്ചില്ല, ഒന്നും വർദ്ധിച്ചില്ല. ബസ്സുകളിൽ തന്നെ 2020-2021 കാലഘട്ടത്തിൽ KSRTCക്ക് 6,202 ബസ്സുണ്ടായിരുന്നു. ഇന്ന് KSRTCക്ക് മൊത്തം കയ്യിലുള്ള വണ്ടികളുടെ എണ്ണം 5,502 വണ്ടികളാണ്. ഏതാണ്ട് 1000-ഓളം വണ്ടി കുറഞ്ഞു, അതിലധികം വണ്ടികൾ കുറഞ്ഞു. എന്നിട്ടും ഇന്നലെ ഓടിയത് 4,852 ബസ്സുകളാണ് ഈ തിങ്കളാഴ്ച ഓടിയിരിക്കുന്നത്. ഈ 4,952 ബസ്സുകളിൽ നിന്നാണ് ഈ 12 കോടിയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഏതാണ്ട് 1,400 വണ്ടിയാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ശരാശരി വർക്ക്ഷോപ്പിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലായിട്ടുണ്ടായിരുന്നു. ഇന്നത് വളരെ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിതിൻ്റെ എല്ലാം ഒരുപാട് വണ്ടികളുടെ ഫിറ്റ്നസ് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ട സമയമായിട്ട് പോലും 503 വണ്ടികൾ മാത്രമേ ഇന്നലെ KSRTCയുടെ വർക്ക്ഷോപ്പുകളിലുള്ളൂ. അത്രയ്ക്കധികം വണ്ടികൾ നമുക്ക് സ്പെയർ ആയിട്ടുണ്ട്. ഇത് ഒരു കാര്യം കൂടി പ്രത്യേകമായി എടുത്തു പറയാം. ഇത് ശബരിമല ഉള്ളത് കൊണ്ടാണോ ഈ കളക്ഷൻ വന്നു ചോദിച്ചാൽ അല്ല, അല്ലാതെ തന്നെ കളക്ഷനുണ്ട്. കാരണം ശബരിമല മണ്ഡലകാലത്ത് ഇപ്പോൾ അടച്ചിരുന്ന സമയത്ത് നമുക്ക് പല ദിവസങ്ങളിലും 9 കോടി രൂപ കളക്ഷൻ ഉണ്ടായിരുന്നു, മണ്ഡലകാലത്ത് അടച്ചത്. ശബരിമലയുടെ കളക്ഷൻ കൊണ്ട് വരുന്നത്, ശബരിമലയ്ക്ക് കളക്ഷൻ വർധനവ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ പമ്പ നിലയ്ക്കൽ ഓപ്പറേഷനിലൂടെ നമുക്ക് അധികമായി വന്നിട്ടുള്ള കളക്ഷൻ 2,40 ലക്ഷം രൂപയാണ് നമുക്ക് അധികമായി. അത് ഈ സീസണിൽ മുഴുവൻ, ഇന്നലത്തെ കണക്കല്ല പറയുന്നത്, തിങ്കളാഴ്ചത്തെ കണക്കല്ല പറയുന്നത്, ഈ സീസണിൽ മുഴുവൻ എടുത്ത കണക്കനുസരിച്ച് 2,40 ലക്ഷം രൂപ ശബരിമലയിൽ അധിക വരുമാനം, കഴിഞ്ഞ വർഷത്തേക്കാൾ അധിക വരുമാനം കൈവരിക്കാൻ KSRTC ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട്.